കഴിഞ്ഞ പോക്കിമോൻ എപ്പിസോഡ് എങ്ങനെ വെച്ചാൽ ആഷും ബ്രോക്കും സെറൂലൻ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മിസ്റ്റിക്ക് അത് ഇഷ്ടമില്ല സെറൂലൻ സിറ്റിയിലേക്ക് പോകുന്നത്. മിസ്റ്റി ആ തടയാൻ നോക്കിയെങ്കിലും അവർ സെറൂലൻ സിറ്റിയിലേക്ക് പോയി. പിന്നീട് ആഷ് സെറൂലൻ സിറ്റിയിലെ ജിമ്മ് കണ്ടുപിടിച്ചു. അവിടുത്തെ ജിം ലീഡറെ വെല്ലുവിളിക്കാൻ പോയി. അപ്പോൾ ആഷാറിന് അവിടെ 3 പെൺകുട്ടികളാണ് അവിടുത്തെ ജിം ലീഡേഴ്സ് എന്ന്. ആഷാങ്ങി അവരെ 3 പേരെയും വെല്ലുവിളിച്ചു. പക്ഷേ അവരുടെ അടുത്തുള്ള എല്ലാ പോക്കിമോൺസും വീക്കായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആഷിനോട് ബാറ്റിൽ ചെയ്യാൻ പറ്റൂല. ബാറ്റിൽ ചെയ്യാതെ നീ ഈ ബാഡ്ജ് എടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് അവിടേക്ക് മിസ്റ്റി വരുന്നത്. അങ്ങനെ ആഷിൻ്റെയും മിസ്റ്റിയുടെയും പോക്കിമോൻ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാവും അങ്ങോട്ട് ടീം റോക്കറ്റ് കയറി വരിക. അങ്ങനെ ടീം റോക്കറ്റ് അവിടെയുള്ള പോക്കിമോൺസിനെ പിടിക്കാൻ നോക്കും. പക്ഷേ പീക്കാച്ചും ആഷും എല്ലാവരും രക്ഷിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവസാനം ആ ബാഡ്ജും ആഷിന് കിട്ടുന്നുണ്ട്. അതാരംഭിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട് ആഷിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ബാഡ്ജുകളുണ്ട്. ഇനി ആഷ് എങ്ങോട്ടായിരിക്കും ആഷിൻ്റെ യാത്ര? ആഷ് ബ്രോക്കിനോടും മിസ്റ്റിയോടും ചോദിക്കും, നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്? മിസ്റ്റി പറയും, ഞാൻ കുറേ നേരമായി പറയുന്നുണ്ട് വെർമിലിയൻ സിറ്റിയിലേക്ക് പോകാമെന്ന്. അവിടെ അടിപൊളി പോക്കിമോൺസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുമുണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ ബ്രോക്ക് പറയും അവിടുത്തെ ജിമ്മും അടിപൊളിയാണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്കിൻ്റെ 3ാമത്തെ ബാഡ്ജും വേണം. 8ാമത്തെ പോക്കിമോൻ എപ്പിസോഡിന്റെ പേരാണ് ദ പാത്ത് ടു ദ പോക്കിമോൻ ലീഗ്. അശാണ് ഈ പാത്തിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന എല്ലാവരോടും മാച്ച് കളിച്ചിട്ടാണ് പോകുന്നത്. അശാണ് ഇപ്പോ ബാറ്റ് ചെയ്ത് തോപ്പിച്ച ആ കുട്ടിന്റെ മുന്നിൽ ബാഡ്ജ് കാട്ടി ഷോ ഇടും. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ കുട്ടി പറയുക, നിങ്ങളെ കൊണ്ട് ഏജയെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ? ഏജയാണെങ്കിൽ ഇതുവരെ ഒരു കളിയിലും തോറ്റിട്ടില്ല, നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്താ തോൽക്കാത്ത എന്നറിയുമോ? എന്നെ പോലത്തെ ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഏജയുടെ ജിമ്മിലെത്തും. ഇവിടെയാണ് ഏജ പോക്കിമോൺസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് വിൻ 98ഉം ലോസ് 0 എന്നും. ഇവനേക്കാൻ സിമ്പിളായി തോപ്പിക്കും. 98 പോക്കിമോൻ ബാറ്റിൽ ചെയ്തിട്ടുണ്ട്, നീയാണെങ്കിൽ 10 പോലും ഫുള്ളാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ആശ പറയും, ക്വാണ്ടിറ്റിയോട് കാര്യമില്ല, ക്വാളിറ്റി വേണമെന്ന് പറയും. ഏജ് വന്നാണ്ട് പറയും, തോൽക്കാൻ റെഡിയാണോ എന്ന്. ഏജയുടെ ബാഗ് ബട്ടർഫ്ലൈ കൊണ്ടുപോകണ കണ്ടിട്ട് ആശ്വദിക്കും, അതെങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഏജ് പറയും, ഈ ടെന്റിനുള്ളിൽ ഇനിയും കുറെ വൈൽഡ് പോക്കിമോൺസ് ഉണ്ട്, പോക്കിമോൻ മാച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റുമോ? ഏജ് പറയുന്നത് ഇങ്ങനെയാണ്, 100 വിജയം പൂർത്തിയാക്കിയിട്ട് വേണം എനിക്കെന്റെ ജിം ബാഡ്ജ് കളക്ട് ചെയ്യാൻ പോകാൻ. 98 പോക്കിമോൻ ബാറ്റിൽ കളിച്ചിട്ടും എനിക്കൊരു ബാഡ്ജ് പോലും ഇല്ലേ? ഞാനാണെങ്കിൽ 10 പോക്കിമോൻ ബാറ്റിൽ മാത്രം ചെയ്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ എൻ്റെ അടുത്ത് 2 ബാഡ്ജ് ഉണ്ട്. ഇത് നീ പോക്കിമോൻ ബാറ്റിൽ ചെയ്ത് നേടിയതൊന്നും ആവില്ല, വല്ലതും കട്ടതായിരിക്കും. നീ പീറ്റർ സിറ്റിയെയും സെറൂലൻ സിറ്റിയെയും പോക്കിമോൻ ജിം ലീഡറല്ലേ കണ്ടിട്ടുള്ളൂ, അവരൊന്നും പോരാ എന്ന് പറയും. അത് കേട്ടിട്ട് ബ്രോക്കിനും മിസ്റ്റിക്കും ഏജ് ഇറക്കുന്ന പോക്കിമോൻ ആണെങ്കിൽ സാൻഡ്രോ, ആണെങ്കിൽ പിജിയോട്ടയും ചൂസ് ചെയ്യും. സാൻഡ്രോ ഒരു ഗ്രൗണ്ട് ടൈപ്പ് പോക്കിമോൻ ആണെങ്കിലും ഫ്ലൈങ് ടൈപ്പ് ആയപ്പോൾ പിജിയോട്ടയെ സിമ്പിളായി ഡിഫീറ്റ് ചെയ്യും. ആശ അടുത്തത് ബട്ടർഫ്ലൈനെ ഇറക്കും. പക്ഷേ സാൻഡ്രോ ആണെങ്കിൽ ബട്ടർഫ്ലൈനെയും ഡിഫീറ്റ് ചെയ്യും. എന്നാൽ ഈ പോക്കിമോൻ മാച്ച് നടക്കുന്നതൊക്കെ ദൂരെ നിന്ന് ടീം റോക്കറ്റ് നോക്കുന്നുണ്ടാവും. ഏജ് അങ്ങനെ 99ാമത്തെ വിജയവും സ്വന്തമാക്കും. അപ്പോൾ ആശ പറയും, എനിക്ക് സംശയം തോന്നുന്നുണ്ട് നീ കള്ളകളി കളിച്ചിട്ടുണ്ടോ എന്ന്. കാരണം ഗ്രൗണ്ട് ടൈപ്പ് പോക്കിമോൻ എങ്ങനെയാണ് ഫ്ലൈങ് ടൈപ്പ് പോക്കിമോനെ തോൽപ്പിക്കാൻ പറ്റുക? നമുക്ക് ഒരു പ്രാവശ്യം കൂടി മാച്ച് കളിച്ചാലോ? ഇനി കുറച്ചുകൂടിയും ട്രെയിൻ ചെയ്ത് പഠിച്ചു വാ. ആശും കൂട്ടുകാർ മാച്ച് ഇവിടെ ടെൻറ്റിലൊന്നും കിട്ടുന്ന സൗണ്ട് കേട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കും. ഇവിടെയാണെങ്കിൽ പോക്കിമോനെ വെച്ച് ട്രെയിൻ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ടൈപ്പ് പോക്കിമോനെ വെള്ളത്തിലേക്ക് ഇടുന്നൊക്കെ ഉണ്ടാവും. മതിലൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കുന്നുമുണ്ട്. അങ്ങനെ അടിക്കുന്ന കണ്ട് ആശ് ഏജയെ പിടിച്ച് തള്ളും. 2 പേരും വെള്ളത്തിലേക്ക് വീകും. ആശിനാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമാവില്ല. ആശ് പറയും, നല്ലൊരു പോക്കിമോൻ ട്രെയിനർ ആണെങ്കിൽ പോക്കിമോൺസായി നല്ല ബന്ധം വേണം, ഫ്രണ്ട്സിനെ പോലെ ആവണം. അപ്പോൾ ആശ് ബ്രോക്കോട് ചോദിക്കും, നിനക്കെന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടോ? ബ്രോക്ക് പറയും, ഉണ്ട്. നിങ്ങളുടെ പോക്കിമോൻ ഏത് ഫുഡാണ് കഴിക്കുന്നത്? ആൻഡ്രൂട്ട ജാക്കറ്റ് പോലത്തെ സാധനം പീക്കാച്ചുടെ മേലെയും കയറും. അങ്ങനെ പീക്കാച്ചു ഒരു ബോൾ പോലെയാവും. അപ്പോഴായിരിക്കും ടീം റോക്കറ്റ് വലിയൊരു റെഡ് ബോളിൽ ഉരുണ്ട് വരിക. അപ്പോൾ സാൻഡ്രോനെ പിക്കാച്ചാണ് വിചാരിച്ച് അവർ തട്ടിക്കൊണ്ടുപോകും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഏജ് സാൻഡ്രോ അവിടെ ഇല്ല എന്നറിയുക. ഏജ് അങ്ങനെ സാൻഡ്രോനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശു പറയുക, ചിലപ്പോൾ അത് ഓടിപ്പോയിട്ടുണ്ടാവും നിന്റെ ട്രെയിനിങ് പേടിച്ച്. സാൻഡ്രോ ആണെങ്കിൽ ടീം റോക്കറ്റ് കൈകളിൽ നിന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ മിയാവത്തും ഉണ്ടാവും. പക്ഷേ ആണെങ്കിൽ ഏജയുടെ ക്യാമ്പിലെ പോക്കിമോൺസോട് പറയും, ആർക്കൊക്കെയാണ് എൻ്റെ കൂടെ വരേണ്ടത്, അവർക്ക് കൈ പൊക്കാമെന്ന് പറയും. അപ്പോൾ ഒരു പോക്കിമോനും കൈ പൊക്കില്ല. ആശ് വീണ്ടും മണ്ടനാവുകയാണല്ലോ. സാൻഡ്രോ ആണെങ്കിൽ വീണ്ടും ഏജയുടെ അടുത്തേക്ക് തിരിച്ചു വരും. സാൻഡ്രോ തിരിച്ചു വന്നത് കണ്ട് ആശിനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് ആശ് ചോദിക്കും. ബ്രോക്ക് പറയും, ഏജ് ഒരു ടഫ് തന്നെയാണ്, പക്ഷേ അവൻ്റെ പോക്കിമോനെ നന്നായി നോക്കും. മ്യാവത്തിനെ രക്ഷിക്കാൻ വേണ്ടി ജെസ്സിയും ജെയിംസും അങ്ങോട്ട് വരും. എന്തിനാണ് എൻ്റെ സാൻഡ്രോയെ തട്ടിക്കൊണ്ട് പോയത്? ജെസ്സിയും ജെയിംസും പറയും, ഞങ്ങൾക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്, ഞങ്ങൾ പീക്കാച്ചുവിന് വേണ്ടിയാണ് വന്നത്. അതുപോലെ സാൻഡ്രോനെ കുറേ കളിയാക്കിയും പറയും ടീം റോക്കറ്റ്. അത് കേട്ട് ഏജിന് ഇഷ്ടപ്പെടില്ല. ഏജ് പറയും, എനിക്കെൻ്റെ 100ാമത്തെ വിജയം വേണം. അങ്ങനെ ടീം റോക്കറ്റ് ടീമും അതുപോലെ ഏജ് ഒറ്റയ്ക്കും. ടീം റോക്കറ്റ് ടീം എക്കിൻസിനെയും കോഫ്ലിനെയും തന്നെ ഇറക്കുന്നത്. അങ്ങനെ ഏജ് ടീം റോക്കറ്റ് ടീമിനെ സിമ്പിളായി തന്നെ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ ഏജയ്ക്കാണ് 100ാമത്തെ വിജയവും കിട്ടും. ഏജയ്ക്കാണ് ഇനി 100 വിജയമായതുകൊണ്ട് തന്നെ ജിം ബാറ്റിൽ ചെയ്ത് ബാഡ്ജ് നേടാൻ പോകണം. അങ്ങനെ ആശും ഏജയും കൈയൊക്കെ കൊടുത്ത് പിരിയും. ആശു പറയും, ഏതെങ്കിലും ദിവസം നമുക്ക്
പോക്കിമോൻ ലീഗിൽ വെച്ച് കാണാം. ഓക്കെ, അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നീ കുറച്ചുകൂടി നന്നായിരിക്കണം. ബ്രോക്ക് പറയും ആശന് അടുത്തൊരു റൈവൽ കൂടി ആയല്ലോ. എപ്പിസോഡ് 8 അവസാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി എത്ര വഴികളുണ്ടായിരിക്കും പോക്കിമോൻ ലീഗിലേക്ക്? ഇത് ആശൻ്റെ വെറും ഒരു തുടക്കം മാത്രമല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് 8 അവസാനിക്കുന്നത്. 9ാമത്തെ എപ്പിസോഡേയും കാണാം. പക്ഷേ 9ാമത്തെ എപ്പിസോഡ് വരുമെന്ന് അറിയില്ല. കാരണം പോക്കിമോൻസിൻ്റെ എപ്പിസോഡ് ഞാൻ താൽക്കാലികമായി നിർത്തി വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, വേറെ വീഡിയോസ് ഇടാൻ വേണ്ടി. പോക്കിമോൻ്റെ എപ്പിസോഡ്സ് ആഴ്ചയിൽ ഒരു ദിവസം വരില്ലേ. അപ്പോൾ ഇതിനിടയിൽ ഇട്ടാൽ മതി. പക്ഷേ ഒക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പോക്കിമോൻ എപ്പിസോഡ് താൽക്കാലികം നിർത്തി വെച്ച് വേറെ വീഡിയോസ് ഇടാനാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യാൻ